வஸல்லம் அவர்களை ஒரு சில பல்லவிகள் அழைத்து பாடி மிக விரைவாக நிறுத்தப்படும் இந்த மஜ்லிஸ். ரொம்ப நேரம் ஓடுறது என்னுடைய பழக்கம் அல்ல. சுருக்கமாக 4-5 வரிகளை சொல்லி நிறைவுக்கு கொண்டு வந்து வெள்ளிக்கிழமையா இருப்பதின் பெயரால் அதற்குரிய கண்ணியத்தை வழங்குவதுதான் படித்த கல்விக்கான ஞானம் என்பதை முடிந்து கொண்டு உங்களுக்கு பல்வேறு வேலைகள் இருக்கும். சுருக்கமாக மஜ்லிஸை நிறைவு செய்து ஹஸ்ரத் அவர்கள் கேரளாவிலிருந்து வருகை தந்த பேச்சாளர் அவர்கள் ஒரு சில நிமிடங்கள் உங்களோடு உரையாற்றுவார்கள். அதோடு துஆ செய்து மஜ்லிஸை நிறைவு செய்யப்படும். அல்லாஹ் தஆலா ஆரோக்கியம் தந்திருந்தால் மீண்டும் வரக்கூடிய நசீபை ரப்பல் ஆலமீன் தந்து அருள் புரிவானாக. நாம் எல்லாம் கேட்டு வாங்க வேண்டிய நிலைமைக்கு தள்ளப்பட்டிருக்கோம். அல்லாஹ் கபூல் செய்வானாக. சுத்தம் அல்லாஹ் கபூல் செய்வானாக. இப்படி கேட்டு வாங்க வேண்டியது இருக்கு. அதாவது அடுத்தவங்க கல்லாப்பட்டியில இருக்கிறதுக்கு தான் கேட்கணும். அல்லாஹ் கபூல் செய்யும் கேட்கறதுக்கெல்லாம் கேட்க வேண்டியதில்லை, ஆமீன் சொல்ல வேண்டியதுதான். அடுத்தவங்க வீட்டுக்குள்ளேயா போறோம்? ரப்புல் ஆலமீனுடைய சன்னிதானத்திலிருந்து ரப்பை கூப்பிடுவதற்கு யாருடைய அனுமதியும் தேவையில்லை. நம்ம ஆமீன் சொல்லுங்க. அல்லாஹ் தஆலா நோய் நொடி இல்லாத வாழ்க்கையை தந்து சரீர சுகத்தை தந்து ஆஃபியத்தை தந்து அருள் புரிவானாக. பிரியப்பட்டவரை 12 மதுகின்ற வரிகள் பாடி துஆ செய்யலாம். அதிக சமயம் உண்டாவுங்க. வளரை சுருக்கி கருத்தல்ல 1-2 வாக்குகள். ஹபீபாய முத்து முஹம்மது ரசூலுல்லாஹி അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടി നമുക്ക് നിർത്താം. നമ്മുടെ പ്രിയപ്പെട്ട സുൽഫിക്കർ ഹംദാനി ഉസ്താദ് ഒരല്പ സമയം നിങ്ങളുമായി പങ്കുവച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വളരെ ചുരുക്കി നിർത്തുന്നു. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടൽ അവനക്ക് ഒരുക്കമുള്ള സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ നല്ല നിയത്തോടെ ഇഖ്ലാസോടെ ചൊല്ലണം. എന്തോ ഇവിടെ വന്നു ഇരുന്നു കുറച്ചു നേരം എന്തോ ചൊല്ലി കുറച്ച് കേട്ടു, കുഴപ്പമൊന്നുമില്ല, റാഹത്തായി കഞ്ഞി കുടിച്ചു പോയി എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മരണത്തിൽ, എൻ്റെ ഖബറിൽ, എൻ്റെ ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ട് ഈ വിലപ്പെട്ട സമയമാകണം എന്ന് ചിന്തിച്ചു തന്നെ ഇരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടിയതിന് കാരണം ഉമ്മത്തിന് വേണ്ടി മാത്രമാണ്. വലിയ ഫാക്ടറി ഉണ്ടാക്കാൻ, വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാൻ, കുടുംബത്തിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടി ജീവിച്ച നേതാവല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. റൂമിൽ കിടന്ന അനുഭവം ഇല്ല. വലിയ ചൂടിലും മലയുടെ മുകളിലും പട്ടിണി കിടന്നു കാലിൽ രക്തമുറ്റിയ അനുഭവമല്ലാതെ, പനിച്ചു വരച്ച അനുഭവമല്ലാതെ, പട്ടിണി കിടന്ന അനുഭവമല്ലാതെ, കൺമുമ്പിൽ ജീവനേക്കാൾ പ്രണയിച്ച സ്വഹാബികൾ കടഞ്ഞു മരിക്കുന്നത് കണ്ട് കണ്ണീരൊഴുക്കിയ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട രക്തസാക്ഷിയായ മഹാന്റെ മഖാമിലെ ദർബാറിലെ അവിടുത്തെ ഉറൂസിലെ കൊടികേറ്റത്തിൽ പങ്കെടുക്കാൻ വന്നവരല്ല. ഊട്ടി കൊടൈക്കനാൽ കണ്ടനുഭവിക്കാൻ വന്നവരല്ല. കൊടികേറുമ്പോ ശരിയല്ല വരേണ്ടത്, കണ്ണീര് വരണം. പതിശാന്തങ്ങളെ രക്തമുറ്റിയ മണ്ണ, പട്ടിണി കിടന്നത് ഓർമ്മ വരണം. നാട് വിട്ട് വന്നത് ഓർമ്മ വരണം. അവിടുത്തെ വയറ്റിൽ ഉണങ്ങി വിശപ്പ് ദാഹമിൽ കൈദാഹം തിച്ചുവരഞ്ഞ് പട്ടിണി കിടന്നത് ഓർമ്മ വരണം. ഈ മണ്ണിൽ കണ്ണീരോടെ ബാധിച്ച് വർഷങ്ങളോളം മണ്ണിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് കണ്ണീരൂട്ടിയ ജനങ്ങളെ ഓർക്കണം. അതങ്ങ് ഖൈറായി ജനങ്ങളെത്തുന്ന രക്ഷപ്പെടണം എന്ന പ്രാർത്ഥന വേണം. ഏസി റൂം വിട്ടോ സ്ഥാനെ, തിരക്കുണ്ട സ്ഥാനെ, ചൂടാ സ്ഥാനെ, റൂമൊക്കെ കിട്ടും, വണ്ടി കിട്ടും, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും, നാട് റോഡ് വൃത്തിയുണ്ടോ? അതാണ് ഉമ്മത്തിന്റെ ഖൽബിലുള്ളത്. വെറുക്കണം, അടുക്കണം, ഖബറും ആഖിറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൻതൽ ഹാദി അൻതൽ ഹഖ്
ലൈസൽ ഹാദി ഇല്ലാഹു അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി